ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മൈക്കിന് പത്ര സൗണ്ട് കുറവാ, നിങ്ങൾ കേട്ടില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, പണ്ഡിതന്മാരെ, ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയരായ വിവിധ മദ്രസകളിലെ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അതിലുപരിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട MSMന്റെ ബാലവേദിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരായ, നല്ലവരായ, മിടുക്കരായ, ശക്തരായ സുന്ദരികളെ, സുന്ദരന്മാരെ, നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ബാലവേദിയിൽ പങ്കെടുക്കാൻ, കളിച്ചങ്ങാടം പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് പല പ്രഗത്ഭരായ ആളുകളും പ്രസംഗിക്കേണ്ടതായിരുന്നു. മറ്റൊരു ബാലവേദിയിൽ കൂടി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് അല്പം നേരത്തെ ആയത്. അപ്പം അതുകൊണ്ട് ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ന് TV കാണലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുക. എന്തിനാ വന്നത്? എന്തിനാ വന്നത്? ബാലവേദിയിൽ പങ്കെടുക്കാൻ. എന്തിനാ ബാലവേദിയിൽ പങ്കെടുക്കുന്നത്? തിന്മയുടെ തീരത്ത് നിന്ന് നന്മയുടെ തീരത്തേക്ക്. എല്ലാവരും ഉറച്ചു പറഞ്ഞേ. നന്മയുടെ തീരത്തേക്ക് തുഴയാൻ ആരൊരുക്കുന്ന? കൊച്ചു കൂട്ടുകാരൊരുക്കുന്ന. അതൊന്ന് ഉറച്ചു പറഞ്ഞേ എല്ലാവരും.
പോരാ പോരാ പോരാ, ഒന്ന് ഉറച്ചു പറഞ്ഞേ, ഒന്നുകൂടെ, ഒന്നും കൂടെ ഉറച്ചു പറഞ്ഞേ. നന്മയുടെ തീരത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആരാണ് നമുക്ക് നന്മ കാണിച്ചു തന്നത്? പ്രവാചകൻ. പ്രവാചകൻ ആരിലൂടെയാണ്, ആര് പറഞ്ഞിട്ടാണ് പ്രവാചകൻ നമുക്ക് നന്മ കാണിച്ചു തന്നത്? നമ്മൾ ജീവിതത്തിൽ, നമ്മൾ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നമ്മള് ആര് പറഞ്ഞതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുസരിക്കുക? ആര് പറഞ്ഞതാണ്? ഉമ്മ ആണോ അള്ളാഹു ആണോ? അള്ളാഹു ആണ്, അല്ലേ? ഉമ്മാനെ അനുസരിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു. നമുക്ക് ഏറ്റവും ലോകത്ത് ഇഷ്ടമുള്ളത് ആരാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അള്ളാഹിനെ കുറിച്ചൊരു പാട്ട് പാടി തുടങ്ങാം, അല്ലേ? പാട്ട് ഇഷ്ടമല്ലേ എല്ലാവർക്കും? ആരെക്കുറിച്ചാണ് നമ്മൾ പാടാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനെ കുറിച്ച് തന്നെ ആദ്യം പാടുന്നത്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചൊരു പാട്ട് പാടി തുടങ്ങാം, അല്ലേ? തുടങ്ങല്ലേ? ഈ പാട്ടിൽ 2 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ഇടക്ക് വർത്താനം പറയുന്ന കുട്ടികളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബാലവേദിക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലൊരു കവറുണ്ട്, ആ കവറിലിട്ടാണ് കൊണ്ടുപോകും. ശരി, അപ്പോൾ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പാടാൻ പോണേ? പാട്ടിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം ഞാൻ പാടേണ്ടതും ഒരു ഭാഗം നിങ്ങൾ പാടേണ്ടതും. നിങ്ങൾ പാടേണ്ട ഭാഗം നിങ്ങൾ പാടേണ്ടതും, ഞാൻ പാടേണ്ട ഭാഗം ഞാൻ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഏറ്റവും നിങ്ങൾ പാടേണ്ട ഭാഗം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പാടി നോക്കിയാട്ടെ. അല്ലാഹു അക്ബർ. ഓക്കേ, ഈ പാട്ട് ഞാനിങ്ങനെ പാടുമ്പോൾ നിങ്ങൾ പാടേണ്ട ഭാഗം നിങ്ങൾ പാടുകയും വേണം. ഞാൻ പാടേണ്ട ഭാഗമാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാട്ട് ശ്രദ്ധിക്കുകയും വേണം. ഏറ്റവും ഇൻഷാ അല്ലാഹ്. എന്നാലും നമുക്ക് തുടങ്ങല്ലേ? എന്നാ ഒന്നുകൂടി തുടങ്ങിക്കോട്ടെ. 1 2 3 സ്റ്റാർട്ട്. അല്ലാഹു അക്ബർ. ഇനി ശ്രദ്ധിക്കാം. അല്ലാഹുവിന് കുടുംബമില്ല, അവൻ കൂട്ടുന്നു എല്ലാമെല്ലാം. അല്ലാഹുവിനുമ്മ ബാപ്പയില്ല, അവൻ നൽകുന്നു എല്ലാമെല്ലാം. അല്ലാഹു അക്ബർ. അല്ലാഹു, എല്ലാരും പാടുന്നില്ല. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന് കുടുംബമില്ല, അവൻ കൂട്ടുന്നു എല്ലാമെല്ലാം. അല്ലാഹുവിനുമ്മ ബാപ്പയില്ല, അവൻ നൽകുന്നു എല്ലാമെല്ലാം. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന് തുടക്കമില്ല, അവൻ തന്നെ തുടങ്ങുന്നു എല്ലാം. അല്ലാഹുവിന് ഒടുക്കമില്ല, അവൻ തീർപ്പാക്കുമെല്ലാമെല്ലാം. അല്ലാഹു അക്ബർ. അല്ലാഹു ഇഷ്ടപ്പെട്ട പാട്ട്? എന്ത് രസമുള്ള പാട്ട്! ആരെ പറ്റിയിട്ട പാട്ട്? നമ്മൾ അള്ളാഹുവിനെ പറ്റിയിട്ട്, അല്ലേ? അപ്പോൾ അള്ളാഹു ആണ് എല്ലാം ഉണ്ടാക്കിയത്, അല്ലേ? ഉറപ്പാണോ? അല്ലേ? എന്ത് ചോദ്യത്തിനും നമ്മൾ അവസാനം എത്തുന്ന ഉത്തരം എന്തായിരിക്കും?
അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ, അള്ളാഹു എന്നായിരിക്കും നമ്മളുടെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയും. ഉത്തരമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കേൾക്കണം, എല്ലായിടത്തും കേൾക്കണം. ഏറ്റവും എന്നാൽ ശബ്ദമൊക്കെ ഒന്ന് ശരിയാക്കാം. റെഡി? തുടങ്ങല്ലേ? ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയില്ലേ? ആകാശത്തിൻ പന്തല് മേലെ വിരിച്ചവനാരാണ്? ആകാശത്തിൻ പന്തല് മേലെ വിരിച്ചവനാരാണ്? അതിലൂടലയും മേഘപുതുമ പുതച്ചവനാരാണ്? കൂരിരുളിൽ ചെറുതാരഗണങ്ങളെ തീർത്തവനാരാണ്? കൂരിരുളിൽ ചെറുതാരഗണങ്ങളെ തീർത്തവനാരാണ്? ഇടിയും മിന്നും കാറ്റും മഴയും നൽകിയതാരാണ്? നമ്മെ സൃഷ്ടിച്ചതാരാണ്? മരിപ്പിക്കുന്നതാരാണ്? എല്ലാം അള്ളാഹു ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ കാണണം നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? അല്ലേ? അള്ളാഹിനെ കാണണ്ടേ നമുക്ക്? എവിടുന്നാ നമുക്ക് കാണാൻ പറ്റുക അള്ളാഹിനെ? പരലോകത്തുനിന്നാണ് കാണാൻ പറ്റുക അല്ലേ? അപ്പോൾ പരലോകത്തുനിന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് എങ്ങനെ ജീവിക്കണം? നല്ല ആളുകളായിട്ട് ജീവിക്കണം അല്ലേ? നല്ല ആളുകളായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആര് പറഞ്ഞ പോലെ ജീവിക്കണം എന്നാണ്? അള്ളാഹുവും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതുപോലെ. നബി പറഞ്ഞതൊക്കെ ആര് പറഞ്ഞതാ? അപ്പം ഫലത്തിൽ ആര് പറഞ്ഞതുപോലെ ജീവിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത് അല്ലേ? അപ്പോൾ അള്ളാഹിനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയണം അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് വേണമെന്നറിയോ? ഖുർആൻ പഠിക്കണം. ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓതണം. ഖുർആൻ പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തുകൂടെ പഠിക്കണം? ഖുർആൻ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നബി ചര്യ കൂടി നമ്മൾ പഠിക്കണം. അതെന്തെന്നാ നമുക്ക് കിട്ടുക? ഹദീസ് എന്ന് കിട്ടുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഹദീസ് കാണാതെ അറിയോ? ഒരുപാട് ഹദീസുകൾ കാണാതെ അറിയാം അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഉമ്മാന്റെ അറിയോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർക്കം. എല്ലാരും ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർക്കം ഓർത്തോളി. ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർക്കം. എന്താണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതൊക്കെ ആരാണ്? നമ്മളെ ഉമ്മ. പശു അത് ഓന്റെ കാര്യം വിളിച്ച് പറഞ്ഞാൽ പോരെ, പോട്ടെ, സാരല്ല, പോട്ടെ. നമ്മളെ ഉമ്മ അല്ലേ? അപ്പൊ നമ്മളെ ഉമ്മ ഉണ്ടല്ലോ. പിന്നെ ഒരു ദിവസം നമ്മളോട് ഉമ്മ പറഞ്ഞെന്ന് വിചാരിക്കുക, മോനെ സലീമെ, ഇമ്മാന്റെ കുട്ടി പോയാണ്ട് അമ്മായി വിരുന്ന് തരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കണേ. ഉമ്മാന്റെ കുട്ടി പോയി ഒരു പാക്കറ്റ് പപ്പടം മേടിച്ചോണ്ടേ. നിങ്ങൾക്ക് പോ പപ്പടം മേടിക്കാം. നേരത്തെ തക്കാളി അടിക്കാൻ പോയ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കളിക്കാൻ പോവാ. ആരോടാ പറയുന്നത്? പറയാൻ പറ്റുമോ? നമ്മളെ നബി ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. നിങ്ങളോട് ആരെ കൈയ്യൊട്ടാൻ പറഞ്ഞു? പാട്ട് ശ്രദ്ധിക്കണ്ടേ? 6 വയസ്സായ കാലം ഉമ്മയും പിരിഞ്ഞു. ആദരവായ റസൂൽ
അനാഥനായി വളർന്നു. നമ്മളെ നബി ജനിച്ചപ്പോ നബിക്ക് ഉപ്പുണ്ടേനോ? ഉമ്മ എത്രാം വയസ്സിലാ മരിച്ചത്? പിന്നെ നമ്മളെ നബി അനാഥനായിട്ടാ വളർന്നതില്ലേ? മദ്രസ പോയിനോ നമ്മളെ നബി? സ്കൂളിൽ പോയിനോ? മദ്രസയിലും സ്കൂളും പോയിട്ടില്ലല്ലേ? പക്ഷെ നബിക്ക് ഒരു പേര് ലഭിച്ചു, അൽ അമീൻ. എങ്ങനെയാ പേര് കിട്ടിയത്? വിശ്വസ്തൻ എന്നാണ് അർത്ഥം, മനസ്സിലായി. എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? നബി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിനോ? തമാശക്ക് പോലും നബി കളവ് പറഞ്ഞിനോ? നബി എത്ര കൊല്ലക്കാലം ജീവിച്ച്? 63 കൊല്ലക്കാലം. നമ്മളൊക്കെ ജനിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? പടച്ചോനെ 12 വയസ്സായി, 12 കൊല്ലായിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് 12, 13 ഒക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഒരു 80,000 കളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവൂലേ? അല്ലേ? നമ്മക്ക് ആരെയാ ഇഷ്ടം? നമ്മളെ നബിനെ അള്ളാനെ ഇഷ്ടല്ലേ? നമ്മൾ കളവ് പറയാൻ പാടുണ്ടോ? ഓത്തു പള്ളിയിലോതില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. അല്ലേ? നമ്മളെ നബി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറയാത്ത, നമുക്കെല്ലാത്തിനും മാതൃക കാണിച്ചു വന്ന നബിയാണ് നമ്മളോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ പറഞ്ഞത്? എന്താ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാല്? അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അസുഖം വന്നാ എവിടേക്കാ പോവുക? ആശുപത്രിയിലേക്ക്, അല്ലേ? ആശുപത്രിയിൽ നിന്ന് അസുഖം മാറിയിട്ടില്ലെങ്കിലോ അള്ളാഹുവിനോട് ചില ആൾക്കാർ നമ്മളോട് പറയട്ടോ, എന്തറിയോ? നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മളെ തൊട്ടടുത്തുള്ള ഒരാളുണ്ട്, പിന്നെ അവരടുത്തേക്ക് പോയാൽ മതി. നമ്മൾ സമ്മതിക്കോ? ആരോട് പ്രാർത്ഥിക്കണം? നമുക്ക് അസുഖം തന്നതാരാണ്? ആ അസുഖം മാറ്റാനും ആർക്കേ അധികാരമുള്ളൂ? അപ്പൊ നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കണം, എല്ലാ സമയത്തും. എന്തെന്നറിയോ? ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ. എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പാടിക്കോളൂ എല്ലാരും. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഷാറായിട്ടില്ല. ഓർക്കാൻ മറക്കല്ലേ. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശിർക്കിന്റെ കൂട്ടങ്ങൾ മല പോലെ വന്നാലും പറയാൻ മടിക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഓരോട് ഈ കാര്യം പറയണം. ഒന്നും കൂടെ പറയണം. എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വരുന്നവരോടൊക്കെ നമ്മൾ പറയണം, അല്ലാഹുവേ നീയൻ രക്ഷകനല്ലേ, അല്ലാത്തോരാരും എൻ രക്ഷകരല്ല. എന്താ പറയേണ്ടത്? അല്ലാഹുവേ നീയൻ രക്ഷകനല്ലേ, അല്ലാത്തോരാരും എൻ രക്ഷകരല്ല.
അള്ളാഹു നമ്മളെ നന്മയുടെ മാർഗത്തിൽ എത്തിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. അവൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവർക്കും ഇഷ്ടമായോ? സന്തോഷമായോ? 2 കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരേ നാട്ടുകാരല്ലേ. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. അപ്പോഴെന്താ ചെയ്യങ്ങൾ? സലാം പറയണം. പറയോ? എന്നിട്ട് പരിചയം പുതുക്കണം. ഒരു കാര്യം കൂടി ചെയ്യണം, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ? എല്ലാവരും പ്രാർത്ഥിക്കുക. എപ്പോഴാണ് പ്രാർത്ഥിക്കുക? നമസ്കാരത്തിന് ശേഷം അല്ലേ? സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലാഹിൽ ഇരന്ന് ഇബാദത്തിലിന്ന് സമാന ശരീക്കുകളില്ല നിശേഷം. സമാന ശരീക്കുകൾ ഇല്ല നിശേഷം. സമുദ്ര സുരഭിത സൃഷ്ടി വിശേഷം. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. ഇലാഹിൽ ഇരന്ന് ഇബാദത്തിലിന്ന് സമാന ശരീക്കുകളില്ല നിശേഷം. സമാന ശരീക്കുകൾ ഇല്ല നിശേഷം. സമുദ്ര സുരഭിത സൃഷ്ടി വിശേഷം. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. മണ്ണുവെന്നും അമിതവൻ മാമലകൾ ചേർത്തവൻ. മണ്ണുവെന്നും അമിതവൻ മാമലകൾ ചേർത്തവൻ. സസ്യജാതികൾ തീർത്തവൻ. സൂര്യതാരം പടച്ചവൻ. ഓർത്തോർത്തു ഞാൻ തേടുന്നിതാ. തീർക്കുന്നിതാ. ഓർത്തോർത്ത് ഞാൻ കേഴുന്നിതാ. തീർക്കുന്നിതാ. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. ഇലാഹിൽ ഇരന്ന് ഇബാദത്തിലിന്ന് സമാന ശരീക്കുകളില്ല നിശേഷം. സമാന ശരീക്കുകൾ ഇല്ല നിശേഷം. സമുദ്ര സുരഭിത സൃഷ്ടി വിശേഷം. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. കടലൊരുക്കി കനിവിനായി കരയൊരുക്കി ഫലേലിലായി. കടലൊരുക്കി കനിവിനായി കരയൊരുക്കി ഫലേലിലായി. കർമ്മക്കുള്ളിൽ വിസ്മയം കാഴ്ച കണ്ണിൽ തേന്മയം. ഓർത്തോർത്ത് ഞാൻ കേഴുന്നിതാ. ഓജാസിനിൽ തീർക്കുന്നിതാ. ഇലാഹിൽ ഇരന്ന് ഇബാദത്തിലിന്ന് സമാന ശരീക്കുകളില്ല നിശേഷം. സമാന ശരീക്കുകൾ ഇല്ല നിശേഷം. സമുദ്ര സുരഭിത സൃഷ്ടി വിശേഷം. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. 5 നേരം നെഞ്ചു പൊട്ടി കെഞ്ചിടും ഞാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ
സംഘടനാ ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ പേര് എന്താണ്? കുട്ടിച്ചങ്ങാടം, കളിച്ചങ്ങാടം അല്ലേ? കളിച്ചങ്ങാടം നടത്തുന്ന ഈ സംഘടനയുടെ, നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പേര് എന്താണ്? അപ്പൊ ഞാൻ കുറെ നേരം ഒരു വലിയ പ്രസംഗം നടത്താൻ വേണ്ടി പോവാണ്. നടത്തട്ടെ? ചിലപ്പോ നിങ്ങളും പോകുന്നൊരു പേടിയുണ്ട് വല്ലാതെ പ്രസംഗിച്ചാൽ. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു പാട്ട്, നമ്മളൊരു MSMന്റെ ഒരു പാട്ട് പാടി തുടങ്ങിയാലോ? നന്മയിൽ അണിനിരന്നു തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്നു ബാലവേദി MSM. ബാലവേദി MSM. യെസ്. അപ്പൊ നമ്മളൊക്കെ MSMന്റെ പ്രവർത്തകരായി നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ആളുകളായിരുന്ന് നമ്മൾ വളരെ നല്ല രൂപത്തിൽ ജീവിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടം സമ്പാദിച്ച് സ്വർഗത്തിൽ പോകണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ആണോ? യെസ്. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായി നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ എന്താവണമെന്ന്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താവണം? അവിടെ സ്വർഗത്തിലെത്തണമെങ്കിൽ എന്താവണം? മുഹമ്മദ് നബി ആണോ? എന്താവണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ നല്ല കുട്ടി ആവണം. നല്ല കുട്ടികൾക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. ഈ കൂട്ടത്തിൽ നല്ല കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് 1-2 ആൾക്കാരൊക്കെ ഉണ്ട്, സന്തോഷായി. അല്ലുള്ളൂ. നല്ല കുട്ടികളെ ഒന്ന് ജീവനോടെ കാണാൻ ആഗ്രഹമുണ്ട്. എഴുന്നേറ്റിക്കണം. നല്ല കുട്ടികൾ മാത്രം, എല്ലാവരും വേണ്ട, നല്ല കുട്ടികൾ മാത്രം മതി. നല്ല കുട്ടികൾ മാത്രം. പടച്ചോനെ അൽഹംദുലില്ലാ, ഇവിടെ ഉള്ള കുട്ടികളൊക്കെ നല്ല കുട്ടികളാണല്ലോ. ആണോ? നല്ല കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കി വെച്ച ഒരു സംഗതി ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോ അവര് സംസാരിക്കൂല. എങ്ങനെ? ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മതി, മനസ്സിലായ? അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ഇനി സംസാരിക്കൂല എന്നും എന്റെ ക്ലാസ് കഴിയുന്നത് വരെ ശ്രദ്ധിച്ച് കേൾക്കുന്നും ഉറപ്പുള്ള നല്ല കുട്ടികൾ മാത്രം ഇരിക്കുക. അടച്ചോനെ സ്വിച്ചിട്ട പോലെ അല്ല ഇരുന്നല്ലോ. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. വേറെ എവിടെ നാട്ടിലില്ലാത്ത പോലെ നല്ല കുട്ടികളാണ് ഈ നാട്ടിലുള്ളത്. അവർ സംസാരം നിർത്തി. MSM എന്ന് പറഞ്ഞാൽ എന്താ? മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രവർത്തകരായ ബാലവേദി കൂട്ടുകാരായ നമ്മൾ ഇവിടെ നിന്നെടുത്ത ഒന്നാമത്തെ തീരുമാനം നല്ല കുട്ടിയാവണം എന്നാണ്. അല്ലേ? വേണ്ടേ? നല്ല കുട്ടിയാവണം. നല്ല കുട്ടിയാകണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം? ആരോട്? അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? നല്ല കുട്ടികൾ ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴും പ്രാർത്ഥിക്കാൻ നിന്ന പിന്നെ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ. ചായ എടുക്കാനും ചോറ് നടന്നും പറ്റില്ലല്ലോ. എല്ലാ സമയത്തും നമ്മൾ പരമാവധി സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. കൃത്യമായി ഒരു പ്രത്യേകമായ സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത് എത്ര ആണ് എന്ന് ആർക്കെങ്കിലും അറിയാം? എത്ര സമയം? 1, യെസ്, 1, 1:30, 1:45, 1:45, അരക്കാല്. എത്ര? 15. 5 നേരത്തെ നിസ്കാരത്തിന്റെയും പേരറിയുന്ന ആൾക്കാർ 2 കൈയും പൊന്തിക്കുക. പടച്ചോനെ, ഇത് കൈ കുറയണ്ട, 2 എന്നല്ലേ ഉള്ളൂ. 5 നേരത്തെ നിസ്കാരത്തിന്റെ പേരില്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് കൈ താത്തിക്കൊള്ളി. അപ്പൊ 5 നേരത്തെ നിസ്കാരമുണ്ട്, അതല്ലാത്ത പ്രാർത്ഥനകളുണ്ട്. നമ്മൾ അള്ളാഹിനോട് ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ദുനിയാവിലെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ നാളെ പരലോകത്തെത്താൻ വേണ്ടിയിട്ടാണോ?
എന്താണ് എന്തങ്ങോട്ട് കേൾക്കാത്തത്? പരലോകത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരലോകത്തെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്? നരകത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ സ്വർഗത്തില് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാ? നമ്മളെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളുടെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നല്ല കുട്ടിയാവുക എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നല്ല കുട്ടിയുടെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? പ്രാർത്ഥന. എന്താ നമ്മൾ പറഞ്ഞേ? പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചല്ലോ നമ്മൾ, അല്ലേ? കഴിച്ചോ? ഐസ്ക്രീം കഴിച്ചപ്പോൾ ഞാൻ കഴിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ എന്താണ്? ബിസ്മില്ല, അല്ലേ? പോട്ടെ. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി എന്ന് നമ്മൾ തീരുമാനിച്ചു, അല്ലേ? നല്ല കുട്ടി, ഒരു വീട്ടിൽ നല്ല കുട്ടിയായ ഒരാള് ഏറ്റവും അധികം സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും ആരെയായിരിക്കും? ഈ കളിച്ചങ്ങാടത്തിൽ പങ്കെടുക്കുന്ന ആൺകുട്ടികൾ മാത്രം എഴുന്നേറ്റ്. ആൺകുട്ടികൾ മാത്രം. പെൺകുട്ടികളൊക്കെ ഇരിക്കുക. അത് രണ്ടുമില്ലാത്ത ഇല്ലല്ലോ? ഇല്ല. ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്. ഞാൻ ചോദിച്ചത്, വീട്ടിൽ ശ്രദ്ധിക്കണില്ലേ? ഉണ്ട്. വീട്ടിൽ നല്ല കുട്ടിയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും ആരെയാണ്? അള്ളാഹുവിനെ നമ്മൾ എല്ലായിടത്തും അനുസരിക്കണം, അല്ലെ? റസൂല് പറഞ്ഞ് നമ്മൾ അനുസരിക്കണം. വീട്ടിൽ നമ്മൾ രണ്ടാളുകളുണ്ട്, അതിൽ ആരെയാണ് അനുസരിക്കേണ്ടത്? ആരാണ് രണ്ടാൾക്കാര്? ആൺകുട്ടികളൊക്കെ ഇരിക്കും. അപ്പൊ തന്നെ പെൺകുട്ടികളൊക്കെ നിൽക്കി. എല്ലാ പെൺകുട്ടികളും ഒന്നൊഴിയാതെ നിൽക്കുന്നു. യെസ്. എന്താ പറഞ്ഞ? രണ്ടാൾക്കാരെ നമ്മൾ വീട്ടിലെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ട രണ്ടാൾക്കാരില്ലേ? ആരൊക്കെയാണ്? ഉമ്മ ബാപ്പ ഇരിക്കും. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ നമ്മളെ ഉമ്മാനെ പറ്റിയും ബാപ്പാനെ പറ്റിയും ഒരു പാട്ട് നമ്മൾ എല്ലാരും കൂടി പാടിയാൽ എങ്ങനെ ഉണ്ടാവും? ഉമ്മ ബൊമ്മയല്ല. എങ്ങോട്ട് പറയടോ? ഉമ്മ ബൊമ്മയല്ല. ഉപ്പ കുപ്പയല്ല. ഉമ്മ നന്മയാണ്. നന്മ ഉമ്മയാണ്. ഉമ്മ നന്മയാണ്. നന്മ ഉമ്മയാണ്. ഉപ്പ ഒപ്പമുണ്ട്. ഒപ്പം ഉപ്പയുണ്ട്. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായ? ഇല്ല. ചില ആൾക്കാര് ഇമ്മാനോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും. അപ്പൊ ഇമ്മക്കറിയാതെ നമ്മൾ ചെയ്യണത് ശരിയല്ല, അതിപ്പം വേണ്ട. ഉമ്മ പറയും, എന്നാ ഇപ്പൊ ഇന്ന് പോണ്ട, അല്ലെങ്കിൽ ഇന്നേരത്ത് കളിക്കണ്ട, അല്ലെങ്കിൽ ഇജ്ജ് പോയിട്ട് നിസ്കരിക്കും. പറയും ഉമ്മല്ല കൊമ്മ, ഉമ്മല്ല ബൊമ്മ. ആരോടാ പറയണേ? ആരെ പറ്റിയാ പറയണേ? നമ്മളെ സ്വന്തം ഉമ്മാനെ പറ്റി, അല്ലെ? ഒരുപാട് കഷ്ടപ്പെട്ട് 10 മാസം നമ്മളെ ഗർഭം ചുമന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ഷീണവും തളർച്ചയും ഒക്കെ സഹിച്ച് നമ്മളെ വേദനിച്ച് നൊന്ത് പ്രസവിച്ച നമ്മുടെ ആരാണ്? ഉമ്മ. ആ ഉമ്മ നമുക്ക് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഉമ്മ നമുക്ക് ചെയ്തു തന്നത്? ഉമ്മ നമുക്ക് ചോറുണ്ടാക്കി തരും. പിന്നെ കറി ആരുണ്ടാക്കി തരല്ലോ? ഇപ്പൊ ഉമ്മ നമുക്ക് കറി ഉണ്ടാക്കി തരും. പിന്നെ നമുക്ക് രോഗം വരുമ്പോ അമ്മ എന്താ പറയാ? എന്നാ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആസ്പത്രി പോയിക്കോ, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, അങ്ങനെ പറയോ? ഇല്ല. ഉമ്മ ഉടനെ, അല്ലെ, വണ്ടി വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മൾ പനിച്ചിങ്ങനെ വിഷമിച്ച് ഉറങ്ങാതെ കിടക്കുമ്പോ ഉമ്മ നമ്മളെ കൂടെ നമ്മുടെ ശരീരത്തിൽ തടവി തലോടി നമ്മളെ ഇങ്ങനെ സാന്ത്വനിപ്പിച്ച് സമാധാനിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ഉമ്മ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. ഉമ്മ നമുക്ക് നല്ല വസ്ത്രം നമുക്ക് അണിയിച്ചു തരില്ലേ, അല്ലെ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മയും ചെയ്യുന്ന നമ്മുടെ ഉമ്മ ബൊമ്മയാണോ?
ആണോ? ഇനി ആരെങ്കിലും ഉമ്മാനെ ബൊമ്മാന്ന് വിളിക്കോ? ഉമ്മാനെ കൊമ്മാന്ന് വിളിക്കോ? ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞത്, ഉമ്മ ബൊമ്മയല്ല. എന്തെങ്ങളെ കറണ്ട് പോയാ? വോൾട്ടേജ് കുറവാന്ന് തോന്നുന്നുണ്ട്, കേൾക്കണില്ല. ഉമ്മ ബൊമ്മയല്ല, ഉമ്മ നന്മയാണ്, നന്മ ഉമ്മയാണ്. ഇനി വേറൊരാളും കൂടി ഉണ്ടല്ലോ, മുപ്പരാരാണ്? ഉപ്പ അല്ലേ, നമ്മളെ ഉപ്പ. ആ ഉപ്പാനോട് ഇതേപോലെ നമ്മള് ദേഷ്യം പിടിച്ച് അവരെ മോശമായി പേര് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഉപ്പ ആരല്ല? ഉപ്പ കുപ്പയല്ല. ഉപ്പ കുപ്പ എന്ന് പറഞ്ഞാൽ എന്താ? കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു മുമ്പ് അല്ലെ? കുപ്പസ്വാമി എന്ന് പറഞ്ഞാല്, കുപ്പ എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. ഈ വേസ്റ്റും മാലിന്യവും ചണ്ടി ചമ്മൽ എന്നൊക്കെ പറയുന്ന സംഗതി ഇല്ലേ, അതാണ് എന്ത്? കുപ്പ. ഉപ്പ കുപ്പയാണോ? അല്ല, ഉപ്പ കുപ്പയല്ല. ഉപ്പ ഒപ്പമുണ്ട്, ഒപ്പം ഉപ്പയുണ്ട്. പാട്ട് പാടിയാൽ മാത്രം മതിയാ? പിന്നെ ആ പാട്ടിലുള്ളത് പോലെ നമ്മൾ ജീവിക്കണം, വേണ്ടേ? ജീവിക്കണ്ടേ? അപ്പൊ ഉമ്മയോട് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറണം, ഉപ്പയോട് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ സ്വന്തം ഉമ്മ, നമ്മളെ സ്വന്തം ഉപ്പ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, അവർ എന്നെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും പ്രാർത്ഥിക്കും എന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ആരുണ്ടാവില്ല? പടച്ചോൻ, ഇത് നല്ല കുട്ടികളെ സംസ്ഥാന സമ്മേളനമാണല്ലോ, ഇത് മുഴുവനും നല്ല കുട്ടികളാണല്ലോ ഇവിടെ. അതായത് നമ്മള് ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, മാക്സിമം അല്ലെ? അപ്പൊ നമ്മളെ ഉമ്മയും ബാപ്പയാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത്. ഇരിക്കണം, ഇരിക്കണം, കുത്തിരിക്കി കുത്തിരിക്കി. വേറെ ആളെ കുത്തണ്ട, സ്വന്തം കുത്തിയിരുന്നാ മതി. റെഡി? അപ്പൊ നമ്മളെ ഉമ്മയും ബാപ്പയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമ്പത്താണ്. അവരോട് നന്മ ചെയ്ത് നല്ല കുട്ടികളായി നമ്മൾ ജീവിക്കും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ ഒരു സംശയം, നല്ല കുട്ടികൾക്ക് ഉള്ള കൂട്ടുകാർ നല്ല കൂട്ടുകാരാകുമോ ചീത്ത കൂട്ടുകാരാകുമോ? നല്ല കൂട്ടുകാരനാവും. നല്ല കൂട്ടുകാരായിരിക്കും നല്ല കുട്ടികൾക്ക് ഉണ്ടാവുക. റെഡി അല്ലേ? നല്ല കൂട്ടുകാരല്ലേ നമ്മളെ തോന്നിയാസം പറയാൻ പഠിപ്പിക്കല്? നല്ല കുട്ടികളല്ലേ നമ്മളോട് നിസ്കരിക്കണ്ടെന്ന് പറയല്? നല്ല കുട്ടികളല്ലേ നമുക്ക് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ശീലിപ്പിക്കല്? നല്ല കുട്ടികളല്ലേ നമ്മളെ വീഡിയോയിലേക്ക് പഠിക്കാൻ പഠിപ്പിക്കല്? നല്ല കൂട്ടുകാരല്ലേ നമ്മളെ മദ്യപിക്കാൻ പഠിപ്പിക്കല്? അല്ല, ഇതൊന്നുമല്ല. നല്ല കൂട്ടുകാരൻ ആരായിരിക്കണം? അള്ളാഹു കാണിച്ച വഴിയിലൂടെ നടത്താൻ നമ്മളെ ശീലിപ്പിക്കുകയും നമസ്കാരത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനാണ് നല്ല കൂട്ടുകാരൻ. അപ്പൊ നല്ല കൂട്ടുകാരൻ നല്ല കുട്ടിയാവണമെങ്കിൽ പ്രാർത്ഥിക്കണം അല്ലെ? ഒന്നാമത് നമ്മൾ പറഞ്ഞ നല്ല കുട്ടിയാണെങ്കിൽ പ്രാർത്ഥിക്കണം, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. നല്ല കുട്ടിയാകണമെങ്കിൽ വീട്ടിൽ രണ്ടുപേരെ അനുസരിക്കണം. ആരാണ്? ഉമ്മയും ബാപ്പയും. നല്ല കുട്ടിയാവണമെങ്കിൽ നല്ല കൂട്ടുകാരുണ്ടായിരിക്കണം. നല്ല കൂട്ടുകാർ ഉണ്ടായിരിക്കണം. നല്ല കൂട്ടുകാരുണ്ടാക്കുന്ന നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. റെഡിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നല്ല കൂട്ടുകാരുണ്ടാവും. സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഈ കളിച്ചങ്ങാടം നടത്തിക്കൊണ്ടുപോകുന്ന MSM ആരാണ്? MSM. ഈ MSM ഒരു പ്രത്യേക സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ഏത് സംഘടനയുടെ എന്ന് ആർക്കെങ്കിലും അറിയോ? എന്താണ്? കേരള നദ്വത്തുൽ മുജാഹിദീൻ. കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ച വർഷം, പെൺകുട്ടികളാണ് ചോദ്യം. പെൺകുട്ടികൾ 1999
1950 കേരള നദവത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചത്. ആ കേരള നദവത്തുൽ മുജാഹിദീനിന്റെ വിദ്യാർത്ഥി വിഭാഗമാണ് MSM. റെഡിയല്ലേ? കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാ വിധത്തിലുമുള്ള നവോത്ഥാനത്തിനു വേണ്ടി പരിശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ശരിയല്ലേ? അതെ, ഇസ്ലാമിന്റെ വെളിച്ചം കേരളത്തിന് കൈമാറിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനം നൽകിയ വളരെ വലിയ സംഭാവനകൾ കേരളത്തിലെ ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ശക്തമായി ശ്രദ്ധിച്ചത് ആളുകളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലാണ്. ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും കൊണ്ടുപോകുന്ന കേരള മുസ്ലിം സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ, തൗഹീദിലേക്ക് നയിക്കാൻ പ്രവാചകന്മാരുടെ പാതയിൽ മുന്നേറിയ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തകരായി, MSMന്റെ ബാലവേദി കൂട്ടുകാരായി നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഇതിന്റെ നല്ല പരിപാടികളും ദൃശ്യങ്ങളും കണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണോ? MSM പാട്ട് പാടാൻ റെഡിയല്ലേ? റെഡി? 1 2 3. ഇളനീരെന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്നു ബാലവേദി MSM. MSM MSM ബാലവേദി MSM. MSM MSM ബാലവേദി MSM. ഈ കളിച്ചങ്ങാടത്തിൽ പങ്കെടുത്ത നമുക്കെല്ലാവർക്കും അള്ളാഹു ധാരാളമായി പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ശുദ്ധമായ തൗഹീദിന്റെ വഴിയിൽ ജീവിക്കുവാനുള്ള യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹു നമ്മളെയെല്ലാം വളർത്തി വലുതാക്കുമാറാവട്ടെ. നമ്മുടെ പഠനത്തിലും പരീക്ഷയിലും അള്ളാഹു നമുക്ക് വിജയവും ഗുണവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും നല്ല മുസ്ലിങ്ങളായി വളരാനുള്ള സാഹചര്യം പടച്ചതമ്പുരാൻ നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. സ്തുതിക്കുന്നു അഹദോന്റെ നാമം, ഈമാനിലുയരുന്നു ഇഹലോകമെങ്ങും. അകലെ ഹിറായിൽ നിന്നുയരുന്ന കാറ്റിൽ അറിവിന്റെ വചനങ്ങൾ ഒഴുകുന്നു വീണ്ടും. ഇരുളിൽ പൊന്നൊളിതൻ നാദങ്ങളാലും പരിപാവനദീനിൻ നാദങ്ങളാലും കരയുന്നൊരു കൽബിൽ കാരുണ്യമേകി പരിശുദ്ധ ദീനിന്റെ നാമം. പരിപൂർണ സത്യങ്ങളല്ലോ ആലം സ്തുതിക്കുന്നു അഹദോന്റെ നാമം, ഈമാനിലുയരുന്നു ഇഹലോകമെങ്ങും. നിറകൺമിഴികളാൽ നൊമ്പരമോതിടുമ്പോൾ കുളിർമഴയേകുന്നോനല്ലാഹു. നിറകൺമിഴികളാൽ നൊമ്പരമോതിടുമ്പോൾ കുളിർമഴയേകുന്നോനല്ലാഹു. ഇരുളിൽ പൊന്നൊളിതന്നിൽ ഇരവുകളിൽ ദുനിയാവിൽ അഭയം നീയരുന്നു റഹ്മാനേ. സൂര്യചന്ദ്രതാരങ്ങൾ മിഴികളോടെ വാഴ്ത്തിടുന്നു സർവ്വലോകനാഥ യാ സുബ്ഹാനേ യാ റഹ്മാനേ. ആലം സ്തുതിക്കുന്നു അഹദോന്റെ നാമം, ഈമാനിലുയരുന്നു ഇഹലോകമെങ്ങും. സുഗമൊരു സ്വാന്തനമായി മാനവനെ കിടുന്ന കരുണാമയനല്ലാഹു. സുഗമൊരു സ്വാന്തനമായി മാനവനെ കിടുന്ന കരുണാമയനല്ലാഹു. ദുരിതങ്ങളിലിടരാതെ അടിമകളെ ദുനിയാവിൽ അഭയം നീയരുളുന്ന
സ്തുതിക്കുന്നു അഹദോന്റെ നാമം ഈമാനിലുയരുന്നു ഇഹലോകമെങ്ങും അകലെ നിന്നുയരുന്ന കാറ്റിൽ അറിവിന്റെ വചനങ്ങൾ ഒഴുകുന്നു വീണ്ടും ഇരുളിൽ പൊരുളുന്ന നാദങ്ങളാലും പരിപാലനത്തിൻ നാദങ്ങളാലും കരയുന്നൊരു കൽബിന് കാരുണ്യമേകി പരിശുദ്ധതയിലിന്റെ നാം പരിപൂർണ സത്യങ്ങളല്ലോ ആനന്ദം സ്തുതിക്കുന്നു അഹദോന്റെ നാമം ഈമാനിലുയരുന്നു ഇഹലോകമെങ്ങും. പരതിയ പാവം കുറുഞ്ഞി
പുഞ്ചിരി തൂകുന്നുമല്ല പെണ്ണിഞ്ഞറാമാണോ പള്ളി പെണ്ണിഞ്ഞലാലാണോ പള്ളി ഒന്നതിൽ നിന്നു ഗ്രഹിക്കാം സഹോദരെ ആരാധനക്കറാം പള്ളി ഏലസു കെട്ടാൻ ഹലാലി പള്ളിക്കൂടത്തിൽ പഠിക്കുവാൻ പോയപ്പോൾ എന്നെ തടഞ്ഞെന്റെ കൗമേ അക്ഷരം പെണ്ണെ പഠിച്ചിടുകിൽ പിന്നെ നാടേ മുടിക്കുമീ പെണ്ണെ നാടേ മുടിക്കുമീ പെണ്ണെ സൽമാ ടീച്ചർ തൻ വയലൊന്ന് കേൾക്കുവാൻ ഞാനൊന്ന് പോകട്ടെ ഉമ്മയും ഉപ്പയും ഇത്താത്തയും ഞെട്ടി എന്താണ് പെണ്ണിന് ഭ്രാന്തോ എന്താണ് പെണ്ണിന് ഭ്രാന്തോ ഒരു നാളും പെണ്ണെ പഠിക്കരുതെന്നും പ്രസംഗിക്കരുതൊരു പെണ്ണും പെണ്ണായ ഞങ്ങൾക്ക് പാടില്ല പാടില്ല സകലം വിലക്കിയതാണോ സകലം വിലക്കിയതാണോ ആരാധനക്കായി അത്യാർത്തിയോടെ ഞാൻ പള്ളിയിൽ പോയൊരു നേരം കൊട്ടിയടച്ചവർ പള്ളി കവാടങ്ങൾ ഞെട്ടിത്തരിച്ചു ഞാൻ നിന്നു ഞെട്ടിത്തരിച്ചു ഞാൻ നിന്നു. അസ്സലാമു അലൈക്കും. دلنا ودلنا وجلنا وحلنا نهجنا القويم ديننا جاد قاد كل سبلنا شدنا وسدنا وحدنا وحدنا ذكرك الجليل شرعنا بان زان كل طرقنا يا عفورنا يا ودودنا اهدنا صراط سبلنا يا رحيمنا يا كريمنا يا فرا كثير ذنبنا دلنا ودلنا وجلنا وحلنا نهجنا القويم ديننا جاد قاد كل سبلنا شدنا وسدنا وحدنا وحدنا ذكرك الجليل شرعنا بان زان كل طرقنا خلق لنا الخلق في كل وصف لنا جعل الأولى موضعا بالشمس نافعا خلق لنا الخلق في كل وصف لنا جعل الأولى موضعا بالشمس نافعا مهدت كل كان في عيش ذلك مهدت كل كان في عيش ذلك كل حمد لك دوما يا كل شكر دوما لك يا كل حمد لك دوما يا كل شكر دوما لك يا دلنا ودلنا وجلنا وحلنا نهجنا القويم ديننا جاد قاد كل سبلنا شدنا وسدنا وحدنا وحدنا ذكرك الجليل شرعنا بان زان كل طرقنا
أرسلت للأناس بالرسل تتابعا أنزلت بالكتب كل عصر شارعا أرسلت للأناس بالرسل تتابعا أنزلت بالكتب كل عصر شارعا أنعمت بشر كل نكسر جاريا أنعمت بشر كل نكسر جاريا كل حمد لك دوميا كل حمد لك دوميا كل حمد لك دوميا كل حمد لك دوميا دلنا ودلنا وجلنا وحلنا نحجنا القويم ديننا جاد قاد كل سبلنا شدنا وسدنا وحدنا وحدنا ذكرك الجليل شرعنا بانسان كل طرقنا يا غفورنا يا ودودنا اهدنا صراط سبلنا يا رحيمنا يا كريمنا يغفر كثير ذنبنا دلنا ودلنا وجلنا وحلنا نحجنا القويم ديننا زاد قاد كل سبلنا شدنا وسدنا وعدنا وحدنا ذكرك الجليل شرعنا بانسان كل طرقنا بانسان كل طرقنا بانسان كل طرقنا بانسان كل طرقنا السلام عليكم ദാവത്തണ്ടരുൾ പാരിലേറെ കതിർമൽ ചതുപുറം അതിൽ നബി ഇബ്രാഹിം വേദ പൊരുൾ വിധമോദി തരുൾ തരം അതിനമെന്ത് പുകഴ്ന്ന് ഖബർ തിരുതാബ് ലീഗന്തായെങ്കും തകൃതമെണ്ടാം ചൊങ്കു മികൈന്ത ഹിക്മത്തിലുറൈന്ത ദാവത്ത് ശുഹ്റത്താൽ മീകും ലിസാന ശുഹ്റത്താൽ മീകും ലിസാന ദാവത്തണ്ടരുൾ പാരിലേറെ കതിർമൽ ചതുർപുറം അതിൽ നബി ഇബ്രാഹിം വേദ പൊരുൾ വിധമോദി തരുൾ തരം അതിനമെന്ത് പുകഴ്ന്ന് ഖബർ തിരുതാബ് ലീഗന്തായെങ്കും തകൃതമെണ്ടാം ചൊങ്കു മികൈന്ത ഹിക്മത്തിലുറൈന്ത ദാവത്ത് ശുഹ്റത്താൽ മീകും ലിസാന ശുഹ്റത്താൽ മീകും ലിസാന മുന്തിരി പെന്തിരിയ ദുഷ്പന്തി സുന്ദരമ കൊടി പൊങ്കി പുകൾ പാടിയെങ്കും കതിർ തൂകിയേ അണ്ട് കണ്ടു കൊണ്ട് വിണ്ട് ചൊണ്ടന സരാഞ്ജുത വിണ്ടി മില്ല തോമയങ്ങൾ നമ്മൈ മാർഗമേ നാഥൻ മറുത്തോതിയേ സമൃദ്ധാലങ്കൃത സനദന സുദൃഢം സുവർഗ സുഹൃത തകൃതമിതമൃതം സമൃദ്ധാലങ്കൃത സനദന സുദൃഢം സുവർഗ സുഹൃത തകൃതമിതമൃതം ശുക്ർ ചേർന്നിടവേ സോബർ ചോദി കുതുകം ചതുർജാനിബിലെ ശുഭചിത ജീവിത മനകംഗദ്രവരവേ നമ്രൂദംഗജിതാനിടവേ മുഹിതല്ലതി കഫറണ്ടുരവേ ദാവത്തണ്ടരുൾ പാരിലേറെ കതിർമൽ ചതുർപുറം അതിൽ നബി ഇബ്രാഹിം വേദ പൊരുൾ വിധമോദി തരുൾ തരം അന്തിനമെന്ത് പുകഴ്ന്ന ഖബർ തിരുതാബ് ലീഗന്തായെങ്കും തകൃതമെണ്ടാം ചൊങ്കു മികൈന്ത ഹിക്മത്തിലുറൈന്ത ദാവത്ത് ശുഹ്റത്താൽ മീകും ലിസാന ശുഹ്റത്താൽ മീകും ലിസാന കിബ്ർ പൊങ്കി ഔഷനും തീക്കുണ്ടരപ്പെടുത്ത് ജബൽ പരിഷെടുത്ത് ജ്വാല പെങ്കി കുതിത്ത് ചതിയന്റെ മിഞ്ചനിതിൽ നബിയാരെ തുടുത്ത് നാറിൽ ചെന്ന് പതിത്ത് നാഥന്റെ മൃഗുതിത്ത് പുല്യനറു
റൂകുനി ബർദൻ വസലമെന്നുരത്തെ പുല്യന റൂകുനി ബർദൻ വസലമെന്നുരത്തെ വിരുത്തെ പുതിലങ്ങി തനുത്തി തുറയാതെ സൂകിർത്താനെ ദൂതർ കുളിർത്താനെ മന്നർ പുകഴ്ന്ന ദീനതിരുശിർന്നതാവ തുടർന്നാനെ ഉഷർമാ മുഷിന്താനെ സമൃദ്ധാനം സനദന സുദൃഢം സുവർഗ സുഗൃത തകൃതമിതമൃതം സമൃദ്ധാനം സനദന സുദൃഢം സുവർഗ സുഗൃത തകൃതമിതമൃതം ശുക്ർ ചേർന്നിടവേ സോബർ ജ്യോതി കുതുകം ചതുർജാനിബിലെ ശുഭജിത ജീവിത മലക്കെങ്കതിർ വരവേ നമ്രൂതങ്കജിതാനിടവേ ദുഹിതല്ലതി കഫറണ്ടുരവേ മുഷിവെണ്ടെന്തിറൈവാനി കാട്ടി തരുവൊരു മരിച്ചതിന്നുയരതു വരുവതു എണ്ടത് പിണ്ടതെണ്ടുമയണ്ടതു ചണ്ടതു കണ്ടിടുക എണ്ടുള്ളത് അവലം ത്വമിൻ ചോടി കലിയ റബ്ബി അന്തി പുകഴ്ന്ന വിഷയമതുഷർന്നതാവ ലിയത്തുമായിന്ന കൽബി ലിയത്തുമായിന്ന കൽബി ദഅവത്തണ്ടരുൾ പാരിലേറെ കദ്ർമൽ ചതുർപുറം അതിനബി ഇബ്രാഹിം വേദ പൊരുൾ വിധമോദി തരുതരം അതിനമെന്ത് പുകഴ്ന്ന ഖബർ തിരുതാബ് നീഗന്ധായങ്കു താകൃതമെണ്ടാം ചൊങ്കു മികൈന്ത ഹിക്മത്തിലുറൈന്ത ദാവത്ത് ശുഹ്റത്ത മീകും റിസാല ശുഹ്റത്ത മീകും റിസാല